Hi, today we are going to discuss the new topic olefin metathesis. എന്താണ് olefin metathesis എന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സ് റിയാക്ഷൻ ആൻഡ് കാറ്റലിസിസ് എന്നുള്ള ചാപ്റ്ററിലെ ലാസ്റ്റ് കുറച്ച് പാർട്ടാണ് ഇത് നമ്മളിവിടെ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് olefin metathesis. അപ്പോൾ ഇതും ഒരു കാറ്റലിറ്റിക് പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നമ്മൾ ഇത് നോക്കുന്നത്. എന്താണ് olefin metathesis? അപ്പോൾ ഈ olefin metathesis എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന അല്ലെങ്കിൽ ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഓർഗാനിക് റിയാക്ഷൻസിൽ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ പ്രാധാന്യം അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണെന്ന് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോക്കാം നമുക്ക് എന്താണ് olefin metathesis. Olefin metathesis is an organic reactions that involve the redistribution of fragment of alkenes by the scission or breaking and regeneration or formation carbon carbon double bond. ഓക്കെ, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൽക്കീൻസിന്റെ ബോണ്ട് ബ്രേക്കിങ്ങും ബോണ്ട് ഫോർമേഷനും സൈമൾട്ടേനിയസ് ആയിട്ട് നടന്നിട്ട് അതിനൊന്ന് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ സബ്സ്റ്റിറ്റ്യൂവന്റിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു റിയാക്ഷൻ ആണ് നമുക്ക് olefin metathesis. Okay, അപ്പോൾ olefin metathesis is an organic reactions that involve the redistribution of fragment of alkenes by the scission or breaking and regeneration or formation carbon carbon double bonds. അപ്പോൾ carbon carbon double bondന്റെ ബ്രേക്കിങ്ങും ഫോർമേഷനും ന്യൂ ഫോർമേഷൻ നടന്നിട്ട് അതിനെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഒരു എക്സാമ്പിൾ നോക്കാം നമ്മൾ. This is a alkenes having the substituent ABCD, having the substituent ABCD, and this is another alkene having the substituent EFGH. ഇത് നമ്മൾ റിയാക്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ we will get a cyclic transition state. അപ്പോൾ എങ്ങനെ cyclic transition state കിട്ടും? അതായത് ഈ ഒരു ടൈപ്പില് സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. അപ്പൊ ഈ ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് നടന്നതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യും? ആ ബോണ്ട് ഈ ഒരു ടൈപ്പില്, അതായത് ഇങ്ങനെയുള്ള ആൽക്കീൻസിന്റെ ഈ ഒരു ടൈപ്പിലേക്ക് ഫോർമേറ്റ് ചെയ്യും. അപ്പൊ നോക്കാം, ഇവിടെ നമുക്ക് കിട്ടുന്ന ഈ ആൽക്കീൻ ABCD എന്നുള്ള സബ്സ്റ്റിറ്റ്യൂന്റ് ആൽക്കീനും EFGH എന്നുള്ള സബ്സ്റ്റിറ്റ്യൂന്റ് ഉള്ള ആൽക്കീനും നമ്മൾ റിയാക്ട് ചെയ്തിട്ട് കിട്ടുന്ന ആൽക്കീൻ ABEG എന്നുള്ള സബ്സ്റ്റിറ്റ്യൂന്റുള്ള റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ ആൽക്കീൻ ആണെങ്കിലോ CDFH എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂന്റുള്ള ആൽക്കീനുമായിട്ട് മാറി. അതായത് ഈ ആൽക്കീൻ 1 ഈ CD നിന്ന് ആൽക്കീൻസ് 2 പോയി. അതുപോലെ തന്നെ ആൽക്കീൻ 2 EG2 സബ്സ്റ്റിറ്റ്യൂന്റ് ആൽക്കീൻ 1 മാറി. ദിസ് ഈസ് ആൽക്കീൻ 1, ദിസ് ഈസ് ആൽക്കീൻ 2. ഇതുപോലെ തന്നെ നേരെ തിരിച്ചു പറയാൻ പറ്റും നമുക്ക്. എന്താണ് ഈ ആൽക്കീൻസിലെ CD എന്നുള്ളത് എവിടെ പോയി? ആൽക്കീൻ 2 പോയി. അപ്പൊ നമ്മൾ ഇതിന്റെ സമ്മ എന്ന് പറയുകയാണെങ്കിൽ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രാഗ്മെന്റ് ഓഫ് ആൽക്കീൻസ് ബൈ scission and regeneration. This is olefin metathesis. നമുക്കിവിടെ കിട്ടുന്ന ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഇവിടെ നമുക്ക് ആക്ച്വലി കിട്ടുന്നത്. ഓക്കെ, the reaction requires metal catalyst. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽ കാറ്റലിസ്റ്റ് ആണ്. മോസ്റ്റ് കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് പ്രോസസ് എംപ്ലോയ് ഹെട്രോജനസ് കാറ്റലിസ്റ്റ്. അപ്പോൾ പൊതുവേ ഈ olefin metathesis ചെയ്യുന്നത് നമ്മൾ ഈ ഹെട്രോജനസ് കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ബട്ട് വെൽ ഡിഫൈൻഡ് ഹോമോജനസ് കാറ്റലിസ്റ്റ് ആർ ആൾസോ ആക്റ്റീവ്. അതുപോലെ തന്നെ ഈ ഹോമോജനസ് കാറ്റലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ബോത്ത് ഹെട്രോജനസും ഹോമോജനസ് കാറ്റലിസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ olefin metathesis നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, the heterogeneous catalysts are often prepared by the in situ activation of metal halides using organoaluminum or organo-tin compounds. അപ്പോൾ ഈ ഒരു ഇൻ സിറ്റു റിയാക്ഷൻ വഴി ഓർഗാനോ അലുമിനിയത്തിലോ അല്ലെങ്കിൽ ഓർഗാനോ ടിന്നിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ മെറ്റൽ ഹാലൈഡ്സ് നമുക്ക് ഈ ഒരു ഹെട്രോജനസ് കാറ്റലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞാൽ the heterogeneous catalysts are often prepared by the in situ activation of metal halide using organoaluminum or organo-tin compounds. Okay, one example of this type, example tungsten halides in an example WaCl2. അപ്പോൾ നമ്മൾ പറഞ്ഞു അലുമിനിയം ബെഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മെറ്റൽ ഹാലൈഡ്സ്. അലുമിനിയം ബെഡിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള മെറ്റൽ ഹാലൈഡ് ഇസ് എ ടിപ്പിക്കൽ കാറ്റലിസ്റ്റ് സപ്പോർട്ടഡ് ബൈ അലുമിന സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു മെറ്റൽ കാറ്റലിസ്റ്റ് ആണ്. ടങ്സ്റ്റന്റെ ഒരു കാറ്റലിസ്റ്റ് ആണ് ഇവിടെ. അതുപോലെ തന്നെ commercial catalysts are often
based molybdenum and ruthenium. പൊതുവെ commercial olefin metathesis യൂസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ കാറ്റലിസ്റ്റ് ആണ് ഈ മോളിബ്ഡിനത്തിന്റെയും റുഥേനിയത്തിന്റെയും കോംപ്ലക്സ്. ഓക്കെ, ദ ഹോമോജനസ് കാറ്റലിസ്റ്റ് ആർ ഓഫൺ ക്ലാസിഫൈഡ് ആസ് ഷ്രോക്ക് കാറ്റലിസ്റ്റ് ആൻഡ് ഗ്രബ്സ് കാറ്റലിസ്റ്റ്. അപ്പം ഇതുവരെ നമ്മൾ പറഞ്ഞത് ഹെറ്ററോജനസ് കാറ്റലിസ്റ്റ് ആണ്. അപ്പൊ ഹെറ്ററോജനസ് കാറ്റലിസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? മെറ്റൽ ഹാലൈഡ്സ് ഒരു അലുമിനിയയിലോ അല്ലെങ്കിൽ ടിന്നിലോ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ് നമ്മൾ ഹെറ്ററോജനസ് കാറ്റലിസ്റ്റ് പറയുന്നത്. ഇനി ഹോമോജനസ് കാറ്റലിസ്റ്റ് പൊതുവെ നമുക്ക് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. അതൊക്കെയാണ് ഷ്രോക്ക് കാറ്റലിസ്റ്റ് ആൻഡ് ഗ്രബ്സ് കാറ്റലിസ്റ്റ്. ഓക്കെ, നമുക്ക് പറയാൻ പറ്റും ദ ഹോമോജനസ് കാറ്റലിസ്റ്റ് ആർ ഓഫൺ ക്ലാസിഫൈഡ് ആസ് ഷ്രോക്ക് കാറ്റലിസ്റ്റ് ആൻഡ് ഗ്രബ്സ് കാറ്റലിസ്റ്റ്. ഹെറ്ററോജനസ് കാറ്റലിസ്റ്റിന് രണ്ട് എക്സാമ്പിൾ ആണ്. ഏതാണ്? ഷ്രോക്ക് കാറ്റലിസ്റ്റ് ആൻഡ് ഗ്രബ്സ് കാറ്റലിസ്റ്റ്. Schrock catalyst features molybdenum and tungsten based center supported by alkoxide and imido ligand. ഏതൊക്കെയാണ്? molybdenum 6 or tungsten 6 catalyst. Okay, ഏതൊക്കെയാണ്? molybdenum 6 and tungsten 6 based center supported by alkoxide and imido ligands. Then Krebs catalyst on the other hand are ruthenium carbonate complex. അപ്പോൾ പൊതുവെ ഈ ഷ്രോക്ക് കാറ്റലിസ്റ്റ് വരുന്നത് മോളിബ്ഡിനം ടങ്സ്റ്റൺ ഒക്കെ ആയിരിക്കും. അതെന്തായിരിക്കും? മോളിബ്ഡിനം ടങ്സ്റ്റൺ സപ്പോർട്ടഡ് ബൈ ആൽക്കോക്സൈഡ് ആൻഡ് ഇമിഡോ ലിഗാൻഡ്. ദെൻ ഗ്രബ്സ് കാറ്റലിസ്റ്റ് പൊതുവെ വരുന്നത് റുഥേനിയം കാർബണേറ്റ് കോംപ്ലക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാറ്റലിസ്റ്റ് യൂസ്ഡ് ഇൻ ഒലിഫിൻ മെറ്റാലിസിസ്. അപ്പോൾ രണ്ട് ടൈപ്പ് കാറ്റലിസ്റ്റ് ഉണ്ട്. ഹെറ്ററോജനസ് കാറ്റലിസ്റ്റ് ഉണ്ട്, ഹോമോജനസ് കാറ്റലിസ്റ്റ് ഉണ്ട്. ഹെറ്ററോജനസ് കാറ്റലിസ്റ്റ് എന്താണ്? ഹെറ്ററോജനസ് കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ മെറ്റൽ ഹാലൈഡ്സ് ഒരു അലുമിനിയയിലോ അല്ലെങ്കിൽ ടിന്നിലോ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടൈപ്പിലെ ഹെറ്ററോജനസ് കാറ്റലിസ്റ്റ് ആയിരിക്കും. ഇനി ഹോമോജനസ് കാറ്റലിസ്റ്റ് ആണെങ്കിലോ ഹോമോജനസ് കാറ്റലിസ്റ്റ് ആർ ടു ടൈപ്സ് ദാറ്റ് ആർ ഷ്രോക്ക് കാറ്റലിസ്റ്റ് ആൻഡ് ഗ്രബ്സ് കാറ്റലിസ്റ്റ്. ഈ ഷ്രോക്ക് കാറ്റലിസ്റ്റ് പ്രധാനമായിട്ടും മോളിബ്ഡിനം 6 അതുപോലെ തന്നെ ടങ്സ്റ്റൺ 6 ബേസ്ഡ് സെന്റർ സപ്പോർട്ടഡ് ബൈ ആൽക്കോക്സൈഡ് ആൻഡ് ഇമിഡോ ലിഗാൻഡ്സ്. ഇനി ഗ്രബ്സ് കാറ്റലിസ്റ്റ് ഓൺ ദ അതർ ഹാൻഡ് ആർ റുഥേനിയം കാർബണേറ്റ് കോംപ്ലക്സ്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. Applications. Okay, olefin metathesis has several industrial applications. Almost all applications employ heterogeneous catalysts, which includes. Okay, അപ്പോൾ പൊതുവെ ഈ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ആണ് പൊതുവെ ഈ ഒലിഫിൻ മെറ്റാതെസിസിൽ വരുന്നത്. അപ്പോൾ ഇത് ഒരുവിധം എല്ലാ ആപ്ലിക്കേഷനിലും നമ്മൾ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഹെറ്ററോജനസ് കാറ്റലിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ദ പ്രോസസ് ഓഫ് interconversion of propylene with ethylene and to butene, ruthenium and molybdenum catalyst are used. അപ്പോൾ ഇത്തരം process of interconversion of propylene with ethylene and to butene by using ruthenium and molybdenum as catalyst. Okay, the type of olefin metathesis. അപ്പോൾ ഈ ഏതൊക്കെ ടൈപ്പ് ആണ് olefin metathesis നോക്കാം നമുക്ക്. പ്രധാനമായിട്ട് വരുന്ന olefin metathesis ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോസ് മെറ്റാതെസിസ്, അതിന് നമുക്ക് CM എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ റിംഗ് ഓപ്പണിംഗ് മെറ്റാതെസിസ്, അതിന് RM ഷോർട്ട് ഫോമിൽ RM എന്ന് പറയുന്നുണ്ട്. പിന്നെ റിംഗ് ക്ലോസിംഗ് മെറ്റാതെസിസ് ഓർ RCM. അതുപോലെ തന്നെ റിംഗ് ഓപ്പണിംഗ് മെറ്റാതെസിസ് പോളിമറൈസേഷൻ ROMP. അസൈക്ലിക് ഡൈയിങ് മെറ്റാതെസിസ് ADMET. And another last one, ethanolysis. So these are the examples of olefin metathesis process. Once more, cross metathesis CM, ring opening metathesis RM, ring closing metathesis RCM, and ring opening metathesis polymerization ROMP, acyclic dyeing metathesis ADMET, and ethanolysis. ഇനി നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത് കാറ്റലിറ്റിക് ലൂപ്പ് ഓഫ് വൺ ഓഫ് ദ മെറ്റാതെസിസ് പ്രോസസ്. ഒരു മെറ്റാതെസിസ് പ്രോസസ്സിന്റെ കാറ്റലിറ്റിക് ലൂപ്പ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. ദിസ് കാറ്റലിറ്റിക് ലൂപ്പ് സ്റ്റാർട്ടഡ് ഫ്രം എ ഷ്രോക്ക് കാറ്റലിസ്റ്റ്. ഒരു ഷ്രോക്ക് കാറ്റലിസ്റ്റ്. ഈ ഷ്രോക്ക് കാറ്റലിസ്റ്റ് റിയാക്ട് വിത്ത് ആൽക്കീൻ R1 എന്നുള്ളൊരു ആൽക്കീനായിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ ഇതിന്റെ മെക്കാനിസം നമുക്ക് പറയാൻ പറ്റും. ഇങ്ങനെ ഒരു കാറ്റലിസ്റ്റ്, ദെൻ നമുക്ക്
ഇങ്ങനെ ഒരു മെക്കാനിസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈപ്പ് ഒരു ആൽക്കീൻസ് അല്ലെങ്കിൽ ആൽക്കൈൽ മെറ്റൽ കോംപ്ലക്സ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും എങ്ങനെ we will get this one. Okay, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എലിമിനേഷൻ ഓഫ് ആൽക്കീൻ. അപ്പോൾ എലിമിനേഷൻ ഓഫ് ആൽക്കീൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഇതൊന്ന് ഒരു ആൽക്കീൻസ് ഒരു ആൽക്കീനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ ആൽക്കീനെ എങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഈ ബോണ്ട് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊരു ഡബിൾ ബോണ്ടും ഇതൊരു ഡബിൾ ബോണ്ട് ആയിട്ട് മാറും. ദെൻ ഈ ഡബിൾ ബോണ്ടാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൽക്കീൻ എങ്ങനെയായിരിക്കും, MR1 എന്നുള്ള ഒരു ആൽക്കീൻ കിട്ടും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് അഡീഷൻ ഓഫ് അനദർ ആൽക്കീൻ, വേറൊരു ആൽക്കീൻ നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ വേറൊരു ആൽക്കീൻ എന്ന് പറയുമ്പോൾ R2 നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും നോക്കൂ. ദിസ് ഈസ് R1 M പ്ലസ് R2. അപ്പോൾ നമുക്ക് എങ്ങനെ ഫോം ചെയ്യും, സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും, നമുക്ക് കിട്ടുന്നത് R2 R1 M ഇങ്ങനെ ഒരു കോംപ്ലക്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ കിട്ടും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതെന്താണ്, ഈ ഒരു കിട്ടിയ ഈ ആൽക്കീൻസ് നമുക്ക് നിന്ന് റിമൂവ് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന ആൽക്കീൻ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ വരും, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്കും ഇത് ഇങ്ങോട്ടേക്കും ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് R1 R2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഇതാണ്, ഈ ഒരു ആൽക്കീൻ നമുക്ക് കിട്ടി. ഓക്കെ, ദിസ് ഈസ് ദ കാറ്റലിറ്റിക് ലൂപ്പ്. അപ്പോൾ ഈ കാറ്റലിറ്റിക് ലൂപ്പ് നാം ഒന്നുകൂടി പറയുന്നതാണ്, ഷ്രഗ് കാറ്റലിസ്റ്റും അതിലേക്ക് ഒരു ആൽക്കീൻ ആഡ് ചെയ്യുന്നു, ഒരു സൈക്ലിക് ആഫ്റ്റർ ദ സൈക്ലിക് ട്രാൻസിഷൻ. ഈ ഒരു ടൈപ്പ് റിയാക്ഷൻ നടന്നതിന് ശേഷം we will get a cyclic മെറ്റൽ കോംപ്ലക്സസ്. ആ മെറ്റൽ കോംപ്ലക്സ് നമുക്ക് ഒരു ഒഴിവാക്കി ഒരു ഡബിൾ ബോണ്ട് നമ്മൾ റിമൂവ് ചെയ്യുന്നു, നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഈ ഒരു ടൈപ്പ് ഷ്രോക്ക് കാറ്റലിസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. ഈ ഷ്രോക്ക് കാറ്റലിസ്റ്റിലേക്ക് വീണ്ടും നമ്മളൊരു ആൽക്കീൻ ആഡ് ചെയ്യും. ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ ശേഷം നമുക്ക് ഈ ഒരു കോംപ്ലക്സ് കിട്ടുന്നു. ഈ ഒരു കോംപ്ലക്സ് കിട്ടുന്നതിന് ശേഷം നമ്മൾ ആൽക്കീൻ റിമൂവ് ചെയ്ത പ്രൊഡക്റ്റ് ആൽക്കീൻ റിമൂവ് ചെയ്താൽ we will get again the ഷ്രോക്ക് കാറ്റലിസ്റ്റ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ആൽക്കീനും റിയാക്ട് ചെയ്തിട്ട് we will get this type alkene. Okay, so this is a catalytic loop of olefin metathesis. Okay, next we are going to discuss some examples of olefin metathesis. Olefin metathesis ne korchu examples aanu nokkunnu. Nammal correct reaction alla nokkunnu, oru modern type reactions aanu nammal nokkunnu. Adil first one ring opening metathesis. Ring opening metathesis nu parnittunengil close aayittulla ring adu open cheya, അതാണ് റിംഗ് ഓപ്പണിംഗ് മെറ്റാthesis. നമുക്ക് ഈ ടൈപ്പിൽ റിയാക്ടന്റ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ we will get the ring will become open and get a product like this. This is ring opening metathesis, ROMP. Then next ring closing metathesis. Ring closing metathesis എന്ന് പറയുമ്പോൾ ലീനിയർ ആയിട്ടുള്ള ചെയിൻ അത് ക്ലോസ് ചെയ്യാം, അത് റിംഗ് ക്ലോസിംഗ് മെറ്റാthesis. നമുക്ക് ഈ ഒരു ടൈപ്പ് റിയാക്ടന്റ് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ക്ലോസ്ഡ് പ്രൊഡക്റ്റ് ആയിരിക്കും, that is ring closing metathesis. The reverse reaction is ring opening metathesis. Then another reaction, R1 alkene plus R2 alkenes. This is a cis type form. Cis types 2 reactant react to cross metathesis to get a trans product. The forward reaction is known as cross metathesis and the reverse reaction is known as ethanolysis. Okay, these are some examples of metathesis. Okay, olefin metathesis. These are some examples of olefin metathesis plus ene plus one more product in this reaction, that is ene. Okay, these are some examples of olefin metathesis. Okay.